നമസ്കാരം. ഇന്ന് ഓമനക്കുട്ടൻ്റെ ഒരു 5 6 തരം സ്റ്റെപ്സ് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത് നമ്മൾ കളിക്കുന്നത് 1 2 3 4 5 6. ഇനി ഇവിടെ സെൻട്രലിലേക്ക് ഇവിടെയാണ് സെൻട്രലിലേക്ക് ഇങ്ങനെ 3 കൊട്ട് കൊട്ടി വന്ന് അതേ കാല് പുറകിലേക്ക് വെച്ച് ഒന്നുകൂടെ വയ്ക്കും. ഇതാണ്. നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കൂ. 3 4 1 2 3 4 5 6 കയറി പോണത് കണ്ടോളൂ. ഇരുന്ന് അതേ കാല് വെച്ച് ക്രോസ് ചെയ്ത് വെച്ചു കഴിഞ്ഞു. അതായത് ആദ്യത്തെ കൊട്ട് നേരെ കൊട്ടും, രണ്ടാമത്തത് വിളക്കിന് നേരെ തിരിഞ്ഞു നിന്ന് കൊട്ടും, 3 നടന്നിരുന്നിട്ട് കൊട്ടും. അത് ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചോളിൻ. ഇത് ചവിട്ടി കാല് വെച്ചു, ആ കാലിൻ്റെ നേരെ മറ്റേ കാല് വെച്ചു, അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തു. ഇനിയുള്ള കൊട്ടുകൾ കണ്ടോ, ആദ്യത്തെ കൊട്ട് എല്ലാവരും ക്യൂ ആയിട്ടായിരിക്കും, പിന്നത്തെ കൊട്ട് എല്ലാവരും വിളക്കിന് നേരെ ആയിരിക്കും, പിന്നത്തെ കൊട്ട് അവിടെ ഇരുന്നിട്ടായിരിക്കും. എന്നിട്ട് അതേ കാല് ക്രോസ് ചെയ്ത് വെച്ചു, വീണ്ടും ക്രോസ് ചെയ്ത് വെച്ചു, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത് ഇപ്പം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് എത്തിയില്ലേ, ഇങ്ങനെ വന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് കൊട്ടി തുടങ്ങാം. 1 3 4 1 2 3 4 5 6 7 8. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കണ്ടോ കൊട്ടുമ്പോഴാണ് താഴ്ന്നത്. കൊട്ടി ഇങ്ങനെ കുറേ തരം കൊട്ടുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ റൗണ്ട് ചെയ്ത് കൊട്ടണം. എന്നിട്ട് 1 കൊട്ടി ലെഫ്റ്റ് കാലിന് നേരെ ഇങ്ങനെ തന്നെ വെക്കണം. ചിലർ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഉപ്പൂറ്റി കുത്തണം എന്തായാലും, ഇങ്ങനെ പൊക്കിയാലും കുഴപ്പമില്ല, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതേ വീണ്ടും ചവിട്ടി മറ്റേ കാലിന് നേരെ. അപ്പോൾ കയ്യിനെ പറ്റി പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയും പിടിക്കരുത്, ഇത്ര വടി പോലെയും പിടിക്കരുത്. നമ്മൾ കയ്യ് വെറുതെ തൂക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ എങ്ങനെ കൈ തൂക്കിയിട്ട് നിൽക്കും, ആ കയ്യിനെ എടുത്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ വയ്ക്കുക. അപ്പോൾ ഒരുപാട് മടങ്ങാനും പാടില്ല. ഇങ്ങനെയൊക്കെ പിടിക്കുന്നവരുണ്ട്, മുദ്രകളും വരരുത്, എന്നാൽ ഇത്ര വടി പോലെയും പിടിക്കരുത്. അതാ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4. ഇനി കണ്ടോ കൊട്ടിയപ്പോൾ സ്ട്രെയിറ്റ് ആണ്, ബാക്കിൽ കുത്തുമ്പോഴാണ് ഇരിക്കണത്. ഇതെപ്പോഴും തെറ്റിപ്പോവാൻ നല്ല എളുപ്പമുള്ള സ്റ്റെപ്പാണ്. കാരണം ആദ്യം നമ്മൾ കൊട്ടുമ്പോഴാണ് താഴ്ന്നത്, പിന്നെ കൊട്ടുമ്പോൾ നിന്നിട്ട് ബാക്കിൽ കുത്തുമ്പോഴാണ് താഴ്ന്നത്. അപ്പോൾ അത് കലോത്സവങ്ങൾക്കൊക്കെ എപ്പോഴും തെറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. കിട്ടിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടെ. അപ്പോൾ ഇതൊന്നുകൂടി കംപ്ലീറ്റ് ആക്കി തരാം. 3 4 1 2 3 4 5 6 7 8 9 10 11 സ്റ്റെപ്സാണ് എല്ലാം ഉണ്ടാവുക. വീണ്ടും ഇവിടുന്ന് തന്നെ തുടങ്ങും. വെയിലത്തൊന്ന് നീങ്ങുന്നോളൂ. 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11. ഇതിലും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ നമ്മൾ കുറേ തവണ കളിച്ചതാണ്. ഒന്നുകൂടി ഇങ്ങോട്ട് നീങ്ങുന്നു, ഒന്നുകൂടി കാണിച്ചു കൊടുക്കുക. വെയിലുണ്ട്, എടുത്തോളൂ. 3 4 1 2 3 4 5 6 കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. ഈ വെക്കുന്നത് ഒരേ ഡിസ്റ്റൻസിൽ വരണം, അല്ലെങ്കിൽ അവിടെ വട്ടം പോകും. എന്നിട്ട് ഈ കാല് നേരെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ പോരാ, കാല് ഉള്ളിൽ നിന്നെടുത്ത് കളി അത് തന്നെ. ഒന്നുകൂടി ഈ എടുക്കണ കാണിച്ചു കൊടുക്കാം. 3 4 1 2 2 കൊട്ട് ആദ്യം തൊട്ട് എടുക്കുക. ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. 1 2 3 4. അല്ലാതെ ഇവിടെ തന്നെ ചവിട്ടിയിട്ട് ഇങ്ങനെ വെക്കരുത്, അപ്പോൾ ആ സ്റ്റെപ്പ് മനസ്സിലാവില്ല. ഫുൾ ഒന്നുകൂടെ ആദ്യം തൊട്ട്. 3 4 1 2 3 4 5 6 7 8 9 10 11. 3 കഴിഞ്ഞു. ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ പോണ സ്റ്റെപ്പ്. ഇതെല്ലാം 2 തവണ കളിക്കും. ഓമനക്കുട്ടൻ പാട്ട് മുഴുവനാവണമെങ്കിൽ എല്ലാം 2 തവണ കളിക്കണം.
ഇനി അടുത്തത് ഇപ്പം നമ്മൾ എടുത്ത പോലെ തന്നെ വീണ്ടും വെയിലുണ്ട് അല്ലേ. 1 2 3 4 5 6 7 8 9 1 2 3 താളം മുറുകി. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ സ്റ്റെപ്പ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. 1 അകലെ ഇവിടുന്ന് എടുത്ത് ഇത്രയും അകലെ ചവിട്ടി, എന്നിട്ട് കാല് കണ്ടോ, കാല് വിരല് വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഇത് വന്നു നേരെ നിന്നു, അതായത് ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷമാണ് ഈ കൊട്ട് കൊട്ടുന്നത്. ഈ കൊട്ടിലും നമ്മൾ നീങ്ങും, എന്നിട്ട് അവിടെ ചവിട്ടുമ്പോൾ ചവിട്ടുന്ന കാലിൻ്റെ കൈ മലർത്തി വെക്കും, എന്നിട്ട് ആ സ്റ്റെപ്പിൽ തന്നെ പൊങ്ങണം, എന്നിട്ട് വീണ്ടും താഴണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പാണ്, പക്ഷെ നോക്കി നോക്കാം. 3 4 1 2 3 4 5 6 7 8 അവിടെ ഇരുന്നു. 1 2 3 ഇത് വീണ്ടും 2 പ്രാവശ്യം കളിക്കും. ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടാവുമോ? അതായത് 1-നാണ് താഴേണ്ടത്, 1 2 3യുടെ. ഇനി ഇത് കഴിഞ്ഞാൽ പെയറാവും. അപ്പോൾ 2 പേര് പെയറായിട്ട് 1 2 3 അടിച്ച് കടന്നു പോയി. 3 കൊട്ട്. പെയറിന് കൊട്ടൊന്നും വേണ്ട, അവിടെ നിന്ന് കൊട്ടി തിരിഞ്ഞിറങ്ങി 1 2 3. ഇനി മറ്റേ പെയറിൻ്റെ കൂടി ഇതന്നെ കളിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. ഇത് 1 2. ആ 1 ഇരിക്കുമ്പോൾ 4 പേര് ഉള്ളിലും പുറത്തുമായിരിക്കും. കണ്ടോ, അവൾ വട്ടത്തിൻ്റെ പുറത്തേക്ക് പോയി, എന്നെ പോലെ കളിക്കുന്നവർ ഉള്ളിലേക്കും വരും. 1 2 3. എല്ലാ പെയർ സ്റ്റെപ്പും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ലെഫ്റ്റ് കൂടെയാണ് നമ്മൾ പോവുക. റൈറ്റ് സൈഡിലെ കാലാവും വെക്കുന്നുണ്ടാവുക, പക്ഷെ പോണത് ലെഫ്റ്റ് കൂടെ ആയിരിക്കും. എല്ലാ പെയർ സ്റ്റെപ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചോളൂ. 1 2 3 4 5 6. അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഈ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന പെയറിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം, ഒരേപോലെ ആവണം. ഈ കൊട്ടുമ്പോൾ ഇരിക്കണതൊക്കെ ഒരേപോലെ കിട്ടണം. ഇത് തമ്മിൽ ചേർന്ന് വരുന്നതൊക്കെ ഒപ്പായിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് കൊട്ടി, വീണ്ടും നിന്ന് കൊട്ടി, ആദ്യം 2 ഇരുന്ന് കൊട്ടും, പിന്നെ നിന്ന് ക്രോസ് ചെയ്ത് വെച്ചിട്ട് 1 2 3. ഇത്രയായി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഓമനക്കുട്ടൻ്റെ തന്നെ ഇങ്ങനെ തുടങ്ങും. 1 2 3 4 5 6 7 8. ഇതിൽ ഞാൻ അന്ന് കൊട്ടുകൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തതിൽ ഈ കൊട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൊട്ടും, പിന്നെ തിരിച്ചു കൊട്ടും. ഇങ്ങനെ പ്ലസ് പോലെ കൊട്ടുന്ന കൊട്ട് അന്ന് പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി കളിച്ചു നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 1 2. ഇങ്ങനെയാണ് കളിച്ച് വരേണ്ടത്. ഒന്നുകൂടെ കളിക്കാം. 1 2 3 4 5 6 7 8. വട്ടത്തിൻ്റെ ഉള്ളിലേക്ക്. ഇതാണ് ശരിക്കും ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പ്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ പക്ഷെ ഉള്ളിലല്ല ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ല, നമുക്ക് ഓമനക്കുട്ടൻ്റെ ഒന്നുകൂടി കളിക്കാണ്ടാവും. വീണ്ടും അവിടെ തന്നെ തുടങ്ങി എടുത്ത് ഇനി നമ്മൾ നേരെ പോയിട്ട് 3-ാമത്തേനായിരിക്കുക. ഇത്രയാണ് ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പ്. ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ചു നോക്കാം. ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ ആവിനെ മണിയമ്മകൻ ശ്രീമണി ചെന്നു കേറിനാൻ അമ്മയോ അപ്പോൾ മരണ ചീട്ടങ്ങുമ്മ വെച്ചു കിടാവിനെ
രണ്ടു പേരുണ്ട് അപ്പിള്ളേരായി വനത്തിൽ കളിപ്പറിപ്പോൾ ഞാനമ്മേ പോകട്ടെ അയ്യോ എന്നുണ്ണി പോവല്ലേ ഇപ്പോൾ തീയു പോലുള്ള വീരല്ലേ വെറുതെ എന്നമ്മേ തടയൊല്ലേ പോട്ടെ പരിചോടും നീടയ്ക്കുണ്ണുവാൻ കറുനീ കൂട്ടിയൂരുട്ടിട്ടും നല്ലോരുറതയർ കൂട്ടിയൂരുട്ടിട്ടും കറുത്തോരു പേരി പതിച്ചിട്ടു ഈരണ്ടുരുളയും എന്റെ മുരളിയും തരിക എന്നങ്ങലട്ടിച്ചാടി പരസ കണ്ണെത്താൻ പുറപ്പെട്ടു തരിക എന്നങ്ങലട്ടിച്ചാടി പരസ കണ്ണെന്താൻ പുറപ്പെട്ടു